ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റോറിനകത്ത് പോവാം. പ്രിയ, അതെടി ഞാൻ പ്രിയനെ മറന്നു പോയല്ലോ. അത് പറയാം. എന്ത് പ്രിയ? അതെ, ഒരു കാര്യം പറയാം. നമ്മ പ്രിയക്ക് ജയ്ഹൂപ്പുക്ക് പെണ്ണ് ചോദിച്ചാൽ നല്ല ഉണ്ടായിരുന്നല്ലോ. ആറാം ഷോക്ക്. എന്താ നീ പറയാ? ആറാം ഹോബി ലവ് ചെയ്താണ്. എന്ത് ഹോബി ലവ് ചെയ്യുന്ന? അതെങ്ങനെ കണ്ടുപിടിച്ച? ഹോബി ഒന്നും പറയുന്നു കാണില്ല. നമ്മൾ പെണ്ണ് ചോദിച്ചാൽ നല്ലോണ്ടായിരുന്നു. ആറാം പറയാം ഓക്കെ. അങ്ങനെ പറഞ്ഞ പ്ലാൻ ചെയ്ത് ഹോബീൻ്റെ ആറാം മമ്മി പറഞ്ഞു, നല്ലൊരു പെൺകുട്ടിയുണ്ടോ, നിങ്ങളുടെ മോൾക്ക് കറക്റ്റാവുക എന്നൊന്ന് അവിടെ പറഞ്ഞു. ആറാം പറയുന്നത് കേട്ട ഹോബിനും അച്ഛനമ്മക്ക് ഓക്കെയാണ്. ഇവിടെ എപ്പം മാരേജ് കഴിക്കാൻ പറയാം. ഇവരെ പോലെ നല്ല പെൺകുട്ടി ഉണ്ടായി നിങ്ങൾക്ക് ഓക്കേന്ന് ആറമ്മനോട് പറഞ്ഞു. ശരി, നമ്മൾ എപ്പോൾ വരാം? ശരി, ആറമ്മനും അമ്മ പറഞ്ഞു ശരി. അങ്ങനെ കൊണ്ട് ഹോബീനെ വിളിച്ചോണ്ട് ഇന്ത്യയൊക്കെ വന്നു. ഹോബി പറയാം, ആറാം നിങ്ങളെല്ലാവരും ഉണ്ടോ? ഉണ്ടടാ, നമുക്ക് പെണ്ണ് കാണാൻ പോവാം. ആരൊക്കെ പെണ്ണ്? നിനക്ക്? ഹോബിക്ക് ഷോക്കായി പോയി. അങ്ങനെ വീട്ടിലൊക്കെ എത്തുമ്പോഴാണ് ഹോബിനോട് പറഞ്ഞത്. അങ്ങനെ ഹോബി വിളിച്ചുകൊണ്ട് പോയി വീട്ടിലൊക്കെ. അങ്ങനെ കൊണ്ട് പ്രിയാൻ്റെ വീട്ടിലാണ്. വീടൊന്നും ആയിട്ടുണ്ടല്ലോ. അങ്ങനെ ഹോബി തല വക്കിയിട്ടുണ്ട്. ആറമ്പൂർ ചൊട്ടിയ ഹോബിക്ക് നോക്കടാ. യഥാർത്ഥം ഹോബി നോക്കി. ഹോബിക്ക് ഷോക്കായി പോയി. പ്രിയാണല്ലോ. പ്രിയക്കും ഷോക്കായി പോയി. പ്രിയക്ക് അറിയില്ലായിരുന്നു. പ്രിയക്ക് ഹോബിനെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രിയ മറച്ചു വെച്ചായിരുന്നു. ഒരു സൈലൻസ് ഗേളാണ്. അങ്ങനെ ഹോബി ഹാപ്പിയായി. അങ്ങനെ കൊണ്ട് പെണ്ണ് ഓക്കെയാണ്. അങ്ങനെ നല്ല നാളിൽ പറഞ്ഞിട്ട് ഓക്കെയാണ്. അങ്ങനെ കുറച്ച് നാൾ ഇന്ത്യയിൽ കുറച്ച് നാൾ എൻജോയ് ചെയ്തു. അങ്ങനെ എൻഗേജ്മെൻറ്റ് വെട്ടാനായി. അങ്ങനെ മാരേജും നടന്നു നന്നായിട്ട്. ഹോബിക്കും ഹാപ്പിയായി. അതെ, ഹോബി പറയായിരുന്നു. അതെനിക്ക് പറയാനുണ്ടായിരുന്നു. ഹോബി പറയാം. എന്ത്? ഹോബിനൊപ്പം അവളും പറയായിരുന്നു പ്രിയ. അതെ, ഹോബിയെ ഉറപ്പ് എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. അത് കാര്യം പറഞ്ഞു. അവർ എല്ലാവരും അവരെന്നാൽ അതെ ഹസ്ബൻഡ് വൈഫായി അവർ ഹാപ്പിയായി. കെട്ടി വെച്ച് നന്നായിട്ട് ഉറങ്ങി. ടയർഡായിരുന്നു. അങ്ങനെ ഹോബി എണിച്ചു. ഹോബി ഉറങ്ങായിരുന്നു. പ്രിയ വാർത്തിറങ്ങി വന്നു. ഫാത്തിമ പറയായിരുന്നു, പ്രിയ എന്തിടി നീ എതടി നോക്കടി. റോസ് പറയാം, വാവ് നെക്കിൽ എന്തടി ഓക്കെ ആണോ? ഓക്കെ. സ്മൈൽ ചെയ്ത് നോക്കി. ഡ്രസ്സ് തുടങ്ങി. വീടെല്ലാം ചേർന്നിട്ട് ചെക്കെ വിടുന്നത് കല്യാണ പെണ്ണ്. അങ്ങനെ എല്ലാവരും 4 പേര് ഡാഡി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ മമ്മി അങ്ങനെ സംസാരിക്കാൻ. നമുക്കും നല്ല മർമ്മൂറ് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ശരി പറയുക, ഫേമസ് ബിസിനസ് മാൻ്റെ ഇവിടെ ഡാഡി വരെ ബിസിനസ്. അങ്ങനെ ഇന്ത്യയിൽ അവർ 4 പേരും അങ്ങനെ 4 ഹസ്ബൻഡും അവർക്ക് ഹെൽപ്പ് ചെയ്യാം. ഒരു ഷോപ്പ് വെച്ചത്. അത് മാത്രമല്ല, അതെ ഫാത്തിമേൻ്റെ ഡാഡിക്കൊരു നല്ലൊരു ഷോപ്പുണ്ട്. പറഞ്ഞ ഒരു ഹോട്ടലാണ്. ഫുഡ്, അതെ ചെഫ്, നല്ല കുക്കിംഗ് നന്നായിട്ട് ഒരു ഹോട്ടൽ വെച്ചിട്ടുണ്ട്. അതെ, സ്വന്തം ഹോട്ടൽ. എല്ലാവരും വന്ന് ഗസ്റ്റ് വന്ന് താമസിക്കുക. അതും അങ്ങനെയാണ് ഒരു വീട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, റോസിൻ്റെ ഡാഡിക്ക് ഡ്രസ് ഷോപ്പ്. അതെ, നല്ല ഡിസൈൻ ഡ്രസ്സ് ഉണ്ടാക്കുക. റോസും അതാണ് പഠിച്ചത്. അതുമാത്രമല്ല, റോസൊക്കെ സ്വന്തം ഒരു കമ്പനിയും ഇവിടെയുണ്ട്, ഡ്രസ്സ് ഡിസൈനർ. അതെ, അതുമാത്രം. അങ്ങനെ 4 പേര് ഡാഡിക്ക് ഓരോന്ന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ വളരെ ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ജിമ്മിൻ വീട് പാടാൻ തുടങ്ങി. എന്ത് പറ്റി ജിമ്മിൻ? നിങ്ങൾക്ക് എല്ലാവർക്കും 4 പേർക്കും മാരേജായി. ഇനി എനിക്കും ബാക്കിയവർക്കും മാരേജ് ബാക്കി. അത് മറന്നു പോയിടാ ജിമ്മിൻ. എന്ത് പറ്റിയേ ആറാം? നീ എന്റെടാ സാഡായിട്ടുള്ളത്? നിങ്ങൾക്ക് 4 പേർക്ക് ഇന്ത്യ ഗേൾ, കേരള പെൺകുട്ടി, എനിക്ക് തമിഴ്നാട് പെൺകുട്ടി. എന്തടാ? 4 പേർ ഷോക്കായി പോയി. എന്ത് തമിഴ്നാട് പെണ്ണോ? ഇതാ ഈ കുട്ടിയാണ്. അത് എനിക്ക് ഈ കുട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടുമായിരുന്നു. ഞാൻ എങ്ങനെ പ്രപ്പോസ് ചെയ്യുക? അതൊരു സാഡിലുള്ള ഞാൻ. പേരെന്ത്? അനുവാണ്. എന്ത് അനുവാ? അതെ, ഞാനും ലവ് ചെയ്യും അനുവിനെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവരെന്നാൾ ഡാഡി ഭയങ്കര കോപക്കാരനാണ്. നീ എങ്ങനെയാ ലവ് ചെയ്യാൻ തുടങ്ങിയ? ഞാൻ ഇവളെ ഞാൻ ലവ് ചെയ്തു. എങ്ങനെയാ ലവ് ചെയ്ത?
ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയി. ഇത് കേട്ട് നാലൊരു ഷോക്ക്. എങ്ങനെടാ തമിഴ്നാട്ടിൽ പോയാ? ഇല്ലടാ, തമിഴ്നാട്ടിൽ, അതെ തമിഴ്നാട്ടിൽ. ആരാ? എൻ്റെ സെക്രട്ടറി ഇല്ലേ, അവൻ്റെ കൂടെ പോയതാ. ഒരു നാട് ചുറ്റാൻ പറഞ്ഞ് ട്രിപ്പ് എന്ന് അവനെ കൂടെ പോയതാ. അവൻ്റെ അങ്കിളിൻ്റെ നാടത്. എങ്ങനെ ലവ് സ്റ്റോറി സ്റ്റാർട്ടായ ജിമ്മിൻ പറഞ്ഞു. ജിമ്മി ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് വരുമ്പോൾ അതിലൊരു പെൺകുട്ടി വന്നു. പശുവിനെ ഓടിച്ചു വന്നടാ. ആ പശുവിനെ കണ്ട് ഞാൻ പേടിച്ചു പോയിടാ. അതുമാത്രമല്ല ഒരു തത്ത വന്നടാ. ആ പെൺകുട്ടീനെ കണ്ടു, തത്ത സംസാരിച്ചുടാ. ഇത് കേട്ട് ആരോ ശരിക്കാൻ തുടങ്ങി. അതെ, ഒരു തമിഴ്നാട് ലാംഗ്വേജ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞുകൊണ്ട് എനിക്കറിഞ്ഞത്. ശരി, നീ ലവ് ചെയ്തു. അതുമാത്രമല്ലടാ, അവളെ ഡാഡി ഒരു ഗുണ്ടയാണിടാ. എന്ത് ഗുണ്ട്? എങ്ങനെടാ ഹെൽപ്പ് ചെയ്യാം? പ്ലീസ് ഹെൽപ്പ് ചെയ്. ശരിടാ, ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അങ്ങനെ കൊണ്ട് ആ പെൺകുട്ടീൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ട്രൈ ചെയ്യാം. അങ്ങനെ കൊണ്ടുപോയി. എന്ത്? ആ കുട്ടി ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. അതെ, അവർ മാത്രമല്ല, അവൻ്റെ ഒരു മാമ ഉണ്ട്. ആ മാമനെ മാരേജ് കഴിക്കാൻ പറഞ്ഞ മുറച്ചെറുക്കൻ. അവൻ നല്ലവനല്ല, അത് കാട്ടി കൊടുക്കണം. ശരി, ഓക്കെ. അങ്ങനെ മാരേജ് നടക്കാം. നാളെ മാരേജ് ഇടാം. അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് നോക്കുമ്പോൾ നാളെ മാരേജ് എന്തറിഞ്ഞു. സാഡായി ജിമ്മി. ശരിയിടാ, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. ജിമ്മീനവർക്ക് ആ പെൺകുട്ടി മാരേജ് ആകുമ്പോൾ കുറച്ച് പോലീസ് വന്നു. അണ്ണാജി ஏன் போலீஸ் வந்துருச்சு? உங்கள் கல்யாணம் நடக்கக்கூடாது. இந்த பையன் என்னெல்லாம் பண்ணிருச்சு உங்க பார்த்துருச்சா? என்ன சார் நீங்கள் சொல்லுற? ஆமாம், இந்த பையன் ரொம்ப கெட்ட பையங்க. ஆமாம், இந்த பையன் என்ன பண்ணிருச்சு பார்த்துருச்சா நீங்கள்? என்ன? ஆமாம், மிஸ்டர் பொண்ணு மேலே கை வச்சிருச்சு. இந்த பையனை அரெஸ்ட் பண்ணுற. என்னப்பா? அப்பா, நான் என்ன பண்ணலப்பா, இவன் போய் சொல்கிறப்பா. மிஸ்டர் பொண்ணு வந்துருச்சு. இந்த பையன் என்ன டார்ச்சர் பண்ணிருச்சு. லவ் லெட்டர்ஸ் வந்துருச்சு. ஆமாம், மிஸ்டர் பொண்ணு. சரி ஐயா, சாரி ஐயாங்க. അങ്ങനെ മംഗലം മുടങ്ങി. அந்த பொண்ணப்பா சேடாയി. இப்போ யாரும் என் பொண்ணு மேரேஜுக்கு